ഹലോ ഫ്രണ്ട്സ്, എൻആർനോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 30/5/2026 പുറത്തിറങ്ങിയിട്ടുള്ള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന സഹകരണ സംഘം ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി എന്ന് പറയുമ്പോൾ 30/6/2026, അതായത് ഈ മാസം ലാസ്റ്റാണ് അപേക്ഷ അവസാന തീയതിയായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമന രീതി എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷ, അതായത് 1 മാർക്കിൻ്റെ OMR ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ പരീക്ഷ ഓൺലൈനായിട്ടാവും. അത് നടത്തിയതിന് ശേഷമാണ് ഇവർ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു സൈറ്റ് ഉണ്ട്, cscb.kerala.government.in എന്ന് പറഞ്ഞിട്ടുള്ള ആ സൈറ്റിലൂടെ ആണ് നമ്മൾ 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19/2026 ജൂനിയർ ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ്. അതായത് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലർക്ക് ഓർ കാഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതിന് SSLC യോഗ്യതയും പിന്നെ അതിന് പുറമെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്ലോമയും ചെയ്ത ആണെങ്കിൽ അവർക്ക് നേരിട്ട് അങ്ങനെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ JDC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് അങ്ങനെയും അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ BCom കോർപ്പറേഷൻ എടുത്ത ആൾക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് BCom ഡിഗ്രി എടുത്ത അതിനോടൊപ്പം കോർപ്പറേഷനാണ് അവരുടെ വിഷയം എന്നുണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ JDC എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇനി ബാങ്കിൻ്റെ പേര്, അതായത് സംഘത്തിൻ്റെ പേര് എന്നാണ് പറയുന്നത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് സഹകരണ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസിയാണ്. സാലറി പറയുന്നത് 16,420 to 42,670 വരെയാണ് സാലറിയും കാര്യങ്ങളും പറയുന്നത്. പിന്നെ കളവങ്കോട് SCB എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ആലപ്പുഴയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. അതിലേക്ക് സാലറി കുറച്ച് കുറവാണ്. 12,740 to 34,320 ഇതിനും പുറമെ നമുക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈരാറ്റുപേട്ട എയ്ഡ് സ്കൂൾ ടീച്ചേഴ്സ് CS എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസിയാണ്. പിന്നെ ദി ഗവൺമെൻറ് എംപ്ലോയീസ് സഹകരണ സംഘം എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിലും ഒരു വേക്കൻസി ആണ്. പിന്നെ അതുപോലെ തന്നെ താഴേക്കോടാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. താഴേക്കോട് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 വേക്കൻസി ഉണ്ട്, അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ചെമ്പ്രശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്കുണ്ട്. ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ ഏറനാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്കുണ്ട്. അതിന് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസിയാണ്. 19,450 തൊട്ട് 51,650 വരെ സാലറിയും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് മലപ്പുറം ജില്ലയിലേക്ക് തന്നെയാണ്. പിന്നെ വേറെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ, അതായത് ഏജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 40 വയസ്സാണ് ഇവർ പറയുന്നത്. പിന്നെ മറ്റുള്ള SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 5 വയസ്സിൻ്റെ ഇളവ് പറയുന്നുണ്ട്. പിന്നെ എക്സാമിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 20 മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടാവും. അതിൽ ഇൻ്റർവ്യൂവിൽ ഹാജരായി കഴിഞ്ഞാൽ 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്കാണ് നമ്മുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അതിലൂടെ കിട്ടുന്നത്. പിന്നെ ഫീസ് എന്ന് പറയുമ്പോൾ 150 രൂപയാണ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഓരോ ബാങ്കിലേക്ക് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുക. അതായത് എല്ലാ ബാങ്കിലേക്കും അപ്ലൈ ഉണ്ടെങ്കിൽ ഓരോ ബാങ്ക് വെച്ച് 50 രൂപ വെച്ച് ഈടാക്കും. പിന്നെ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 50 രൂപയാണ് ഫീസ് വരുന്നത്. അതിന് പുറമെ ഓരോ ബാങ്ക് അപ്ലൈ ചെയ്യുന്നതിന് 50 വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. പിന്നെ അപേക്ഷേൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വെക്കുക. അത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നതാവും. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് 30/6/2026 മുമ്പായിട്ട് തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. കുഴപ്പമില്ലാത്തൊരു വേക്കൻസിയും കാര്യങ്ങളാണ്. ക്ലർക്കിൻ്റെ വേക്കൻസിയാണ് സഹകരണ സംഘം ബാങ്കിലേക്ക്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊന്ന് അപ്ലൈ കാര്യങ്ങളും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.